നമസ്കാരം. ഫെങ് ഷുയി നാം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരാളിന്റെ മുഖത്തുള്ള ഭാവവ്യത്യാസങ്ങൾ പല രീതിയിലായിരിക്കുമല്ലോ. കണ്ണുകളായിരുന്നാലും നോട്ടമായിരുന്നാലും ഐശ്വര്യമുള്ള ഒരു മുഖം വികൃത രൂപത്തിലായാൽ എങ്ങനെയിരിക്കും? കാണാൻ നല്ല സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആയിരിക്കും. പക്ഷെ വീടിന്റെ മുഖവും ഈ വ്യക്തിയുടെ മുഖവും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ മുഖം തന്നെയാണ്. മുഖം വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ നല്ല ചിരിയോട് കൂടിയിട്ട്, നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് ആളുകളെ സമീപിക്കുന്നത് വലിയ ഒരു പോസിറ്റീവ് എനർജിയായി മാറുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിനും മുഖമുണ്ട്. വീടിന്റെ മുഖമെന്ന് പറയുമ്പോൾ അത് ഫെങ് ഷുയി കാണുന്നത് വീടിന്റെ വായ്, ആ ഭാഗം വന്ന് കയറുമ്പോൾ കാണുന്ന ആ ഭാഗത്ത് ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഐശ്വര്യവും സൂര്യപ്രകാശവും വന്ന് വീണ് വളരെയധികം പോസിറ്റീവായിട്ട് നമ്മുടെ ചൈതന്യവത്താക്കി മാറ്റുന്നതാണ് വീടിന്റെ മുഖം. വീടിനും ഒരു മുഖമുണ്ട്, വായുണ്ട്. അപ്പൊ വീടിന്റെ മുമ്പിൽ അലസോരമായിട്ട് ചെരുപ്പുകൾ സൂക്ഷിച്ചിട്ടിരിക്കുക, അതുപോലെ തന്നെ മറ്റ് തുണികൾ അലക്കിയിട്ടിരിക്കുക. അത് ഉണങ്ങാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ പോലും അതുപോലുള്ള നെഗറ്റീവായിട്ട് കണ്ടാൽ അറപ്പും വെറുപ്പും അതല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനും ഉണ്ടാകുന്ന രീതിയിൽ വീടിന്റെ മുൻവശം ഇട്ടാക്കാൻ പാടില്ല എന്നാണ് ഫെങ് ഷുയി പറയുന്നത്. ആദ്യം തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വീടിന്റെ മുൻവശമാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. പഴയ നമ്മുടെ അടിവസ്ത്രങ്ങളായിരുന്നാലും മറ്റു വസ്ത്രങ്ങളായിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതായിട്ടുള്ള പാഴ് വസ്തുക്കളായിരുന്നാലും അങ്ങനെ ഒരുപാട് ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും വീടിന്റെ മുൻവശത്തായിട്ട്. ഇതൊക്കെ ഒഴിവാക്കുന്നത് ഭാഗ്യദേവതയെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുവാനുള്ള ആ ഐശ്വര്യവുമായിട്ട് കടന്നു വരുവാനുള്ള വന്ന് കയറുന്ന ഒരു അതിഥിക്ക് നമ്മൾ സ്വാഗതം നൽകുന്നത് തന്നെ ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ആ മുൻവശം കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് നിറയുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അത് ഭാഗ്യമായി മാറുമെന്നാണ് ഫെങ് ഷുയിയുടെ കാഴ്ചപ്പാട്.